മെലോഡിയസ് ഒരുപാട് കാര്യം ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഒരു ഫോറിൻ ട്രിപ്പ് പോവാണ്. എല്ലാ മലയാളികളുടെയും സ്വപ്ന ഭൂമിയായ തായ്ലൻഡിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്. വളരെ ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ, പിന്നെ 3 ദിവസത്തെ ട്രിപ്പേ ഉള്ളൂ. ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാനിത് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ഈ പറഞ്ഞ മാതിരി പാക്കേജിലൊന്നുമല്ല നമ്മൾ പോകുന്നത്. ഞങ്ങൾ നേരത്തെ പോയ ഫ്രണ്ടിൻ്റെ ഒരു കോർഡിനേഷനിൽ ഞങ്ങൾ 3 പേര് പോകുന്നത്. അവിടെ പോയിട്ട് റൂം ബുക്ക് ചെയ്യണം, അവിടെ സൈറ്റ് ചെയ്യണം, പോകാനെല്ലാം അപ്പന പോവുക തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും വിചാരിക്കണം. എനിക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു ട്രിപ്പ് ഗംഭീര വിജയമായിട്ട് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും കീപ്പ് ഓൺ വാച്ചിങ്. എപ്പോഴും പോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റാണ് കിട്ടിയത്. 28,000 രൂപയോളം വന്നിട്ടുണ്ട് ടിക്കറ്റിന്. നമ്മൾ സിംഗപ്പൂർ പോയിട്ട് സിംഗപ്പൂരിൽ നിന്ന് പോകണ മാതിരിയാണ് നമുക്ക് ഫ്ലൈറ്റ് കിട്ടിയത്. ഇതിപ്പോൾ ഈ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സമയനഷ്ടമുണ്ട്. ഒന്ന് പ്ലാൻ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 20 ദിവസം മുമ്പെങ്കിലും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ധനനഷ്ടം, സമയനഷ്ടം എല്ലാം സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്രാവശ്യം ബുക്ക് ചെയ്തത് സ്കൂട്ടിലാണ്. ഇത് സിംഗപ്പൂർ എയർപോർട്ടാണ്, സ്കൂട്ടിലാണ്. അതുകൊണ്ട് തന്നെ സ്കൂട്ട് കാണുമ്പോൾ, ഫ്ലൈറ്റൊക്കെ കാണുമ്പോൾ ഭംഗിയുണ്ടായിരുന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നമ്മൾ ഇൻഡിഗോ ഒന്ന് മാറി സ്കൂട്ടിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കാണാനൊക്കെ ഭംഗിയുണ്ടെങ്കിലും 10 പൈസയ്ക്ക് ഉപകാരമില്ല കേട്ടുള്ളൂ. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും അവർ തരില്ല, അതിനും പൈസ കൊടുക്കണം. അതിനേക്കാളും കോമഡി, നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ അവർ നമ്മളെ പിന്നെ ചെക്കിൻ സമയത്ത് തന്നെ ഫ്ലാസ്കിൽ വെള്ളമുള്ളതിനടക്കം വാങ്ങി ഒഴിച്ചിട്ട് ഫ്ലാസ്കിന് കൈ തരും. അല്ല പെറ്റ് ബോട്ടിൽ ടൈപ്പ് ആണെങ്കിൽ അവരതിനെ വാങ്ങിച്ചു വയ്ക്കും. ഇപ്പോൾ സിംഗപ്പൂർ എയർലൈൻസിൽ സിംഗപ്പൂർ എയർപോർട്ടിൽ കുറേ നേരമൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാഴ്ചയ്ക്ക് യാതൊരു കുറവില്ല. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഫ്ലൈറ്റ് പൊങ്ങും, അപ്പുറത്ത് ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഓരോ ഫ്ലൈറ്റ് ലാൻഡിങ് ആവും. അങ്ങനെ ഞങ്ങൾ നമ്മുടെ എവിടെയാണ്, തായ്ലാൻഡിലെ സുവർണഭൂമി എയർപോർട്ടിൽ ലോഞ്ചായി കാലത്ത് ഒരു 11:30 സമയമാകുമ്പോൾ. ഇവിടെ നിന്ന് രാത്രി 11 മണിക്കാണ് നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഈ 12 മണിക്കൂറിൽ കൂടുതലായില്ലേ. ഇതേ നേരെ സമയം നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 3.5 മണിക്കൂറേ ട്രാവലുള്ളൂ ബാങ്കോക്കിലെ ഡോങ്മെങ് പറഞ്ഞിട്ടുള്ള എയർപോർട്ടിലേക്ക്. അതും നമ്മൾ ഈ പറഞ്ഞ മാതിരി നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 18,000 രൂപ 16,000 രൂപയ്ക്കൊക്കെ ടിക്കറ്റ് കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങളും നമുക്ക് ഈ സത്യം പറഞ്ഞാൽ ഈ അവിടെ പോയി ചിലവാക്കുന്ന പൈസ അടക്കം നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റിലൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് അവിടെ നമ്മുടെ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ വിധവിധമായ എയർലൈൻസുകൾ നിരന്ന് നിൽക്കും. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ സുവർണഭൂമി എയർപോർട്ട് എത്തി. ഇത് പിന്നെ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ പോയി ഇറങ്ങുകയാണെങ്കിൽ എയർപോർട്ടിൻ്റെ ഭംഗി നോക്കുമ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അതേ സിംഗപ്പൂർ പോകുമ്പോൾ ആനയും ആടിനുള്ള വ്യത്യാസമുണ്ട് എയർപോർട്ടിൻ്റെ ചന്തം. ഇവിടെ അത്രയ്ക്കൊരു പോഷായിട്ടുള്ള എയർപോർട്ടൊന്നുമില്ല. ഞങ്ങൾ രാത്രി സിംഗപ്പൂർ രാവിലെ 6:30 സിംഗപ്പൂർ വന്നിട്ട് 8 മണിക്ക് 8:00 വന്ന് ഇവിടെ എത്ര മണി 11 മണിക്ക് ഇവിടെ ഞങ്ങൾ പട്ടായ എത്തി തായ്ലൻഡ് എത്തിയിട്ടേ ഉള്ളൂ. ഇവിടുന്ന് വേറെ വെളിയിൽ പോയിട്ട് വേണം ക്യാബ് കിട്ടുമോ നോക്കാം. ഇവിടെ വിസയ്ക്ക് പൈസ ഇല്ല. നമ്മൾ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തിട്ട് പാസ്പോർട്ടിൽ ചെയ്ത് വെച്ചുവിട്ടാൽ അതിന് നമുക്ക് പോകാം. അപ്പോൾ അതൊരു ഉപകാരം ഉണ്ടായിരുന്നു. മുമ്പ് 2,500 രൂപ ഉണ്ടായിരുന്നു ചാർജ്. നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോൾ പുറത്ത് പോയിട്ട് ക്യാബ് നോക്കിയിട്ട് അതിന് മുമ്പായിട്ട് ബാത്റൂം പോകണം, കുളിക്കണം, എന്ത് നടക്കുന്ന നോക്കണം. വെളിയിൽ പോയി നോക്കാം, ഈ സൗകര്യങ്ങളൊക്കെ വെളിയിൽ പോയി നോക്കാം. ഇമിഗ്രേഷന് പോയ ഒരാളെ കാണാനില്ല, പിടിച്ചു വെച്ചു നോക്കിയാൽ വന്നില്ലേ. உங்களுக்கு என்ன இமிகிரேஷன் எவ்வளோ லேட் ஆச்சு? லைன் ரொம்ப நேரம் ஆகிடுச்சு. இன்னமும் பிரச்சனை இருக்கா? ഇത് നമ്മുടെ എൻട്രിയിൽ ബോർഡിംഗ് പാസ് എടുക്കുന്ന സ്ഥലമാണ്. ഇതൊരു കടൽ, ഒരുപാട് വലിയ ഏരിയ. എല്ലാ ഫ്ലൈറ്റുകൾക്കും ഓരോ സ്പേസ് വേണമല്ലോ, അതുകൊണ്ട് വലിയ സ്പേസാണിത്. ഇത് എയർപോർട്ടിൻ്റെ താഴെ ഉള്ള ഒരു ഫുഡ് കോർട്ടാണ്. വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ട്. പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റിയ മാതിരി ഒരു എന്താ പറയുക, ഫുഡ് നമ്മൾ ആദ്യം എപ്പോഴും അവിടെ പോയവർക്കൊക്കെ കുഴപ്പമില്ല. നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് പോയിട്ട് അവിടെ പോയി നോക്കുമ്പോൾ പിന്നെ ചിക്കൻ അങ്ങനെ വെച്ചമാതിരി, അങ്ങനെ വേവിച്ചമാതിരി ഒരു ബാഡ് സ്മെല്ലും
നമുക്ക് ഇപ്പോൾ കഴിക്കാൻ തന്നെ പറ്റിയില്ല. പിന്നെ ആപ്പാടെ ഒരു വിശപ്പിനെ ഒരു ചിക്കൻ റോൾ മാതിരി ഒരു സാധനം, നമ്മുടെ ഷവർമ മാതിരി ഒരു സാധനം വാങ്ങിച്ചു. അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് രാവിലത്തെയും ഉച്ചക്കത്തെയും ഡിഷായിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് ഇവിടുന്ന് പട്ടായയിലേക്ക് പോയത്. കാണുമ്പോൾ ഒക്കെ ഫോട്ടോയിൽ കാണുമ്പോൾ ഒക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ അവിടെ കഴിക്കാൻ പറ്റിയ മാതിരിയുള്ള ഐറ്റങ്ങളൊന്നുമില്ല. എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കണം, എന്തൊക്കെയോ സംഭവങ്ങൾ. ആൾക്കാരെ വാങ്ങിച്ച് കഴിക്കണ്ടേ, വേറെ അവിടെ ഒരു ഓപ്ഷനൊന്നുമില്ല, വേറെ കഴിക്കാനുള്ളൊരു ഹോട്ടലൊന്നും അവിടെ ഇല്ല. ഇത് നമ്മൾ ഇവിടുന്ന് പുറത്ത് പോകാനായിട്ട് ബസ്സും ഉണ്ട്, ടാക്സി ഉണ്ട്. ടാക്സിക്ക് അവിടെ പോയി കൂപ്പൺ എടുത്തിട്ട് നമ്മളിത് ലൈൻ 14 വന്നു. അപ്പോൾ ഇവിടെ ആളുടെ അടുത്ത് വന്നു. അപ്പോൾ ആളുടെ അടുത്ത് ചോദിക്കണം എന്തൊക്കെയാണ്, എവിടെയൊക്കെ പോകാൻ എത്ര രൂപയാണെന്നുള്ളത്. നമ്മൾ പട്ടയ പോണതിൻ്റെ വഴിക്ക് സഫാരി വേൾഡ് പറഞ്ഞിട്ടൊരു മൃഗങ്ങളുടെ ഒരു സംഭവമുണ്ട്, സൂ. അത് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എത്ര ബാർഗെയിൻ നടക്കുകയാണ്. ഉള്ളി 1700. அவன் கம்மியாக சொன்னான், 1600 தான் சொன்னான். நோ ഇതിൽ ഒരു അബദ്ധം പറ്റിയതാണ്. സഫാരി വേൾഡിൽ പോയിട്ട് പട്ടായ പോകാമെന്ന് പറഞ്ഞിട്ട് ഡ്രൈവറുടെ അടുത്ത് ചോദിച്ചു. സത്യത്തിൽ സഫാരി വേൾഡ് പട്ടായയിലല്ല, പിന്നെ ബാങ്കോക്കിലാണുള്ളത്. അവിടെ നമ്മൾ കാണാൻ പറ്റില്ല. നമ്മൾ പോയത് പട്ടായയിലേക്കാണ്. അപ്പോൾ ഓൺ ദ വേയിലാണ് വിചാരിച്ചു. ഓൺ ദ വെയിലൊന്നുമില്ല. പിന്നെ ഈ എയർപോർട്ട് ടു പട്ടായ വരയ്ക്കും ഒന്നും കാണാനില്ല. പട്ടായയുടെ ടൗണിൻ്റെ ജസ്റ്റ് പുറത്താണ് ഈ നമ്മുടെ ടൈഗർ പാർക്കും ഫ്ലോട്ടിംഗ് മാർക്കറ്റും ഉള്ളത്. അത് പട്ടായയിൽ. അപ്പോൾ നമ്മൾ പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള തന്നെ ഒരു ടാക്സിയുടെ കൗണ്ടറിൽ സംസാരിച്ചപ്പോൾ ഒരു 1600 ബാത്തിന് പട്ടായയിൽ കൊണ്ട് വിടാമെന്ന് പറഞ്ഞു. ഫോർച്യൂണറാണ് വണ്ടി, ഞങ്ങൾ 3 പേർക്ക്. ശരിക്ക് പിന്നെ ബസ്സാണെങ്കിൽ $143 ഉള്ളൂ. ടൈമില്ല. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ 2:20 അടുത്ത ബസ്സുള്ളൂ. അതുവരെയും ബസ് പറഞ്ഞപ്പോൾ ശരി ലെവലിലാണ് പോയത്. പിന്നെ അവിടെ റൂം എടുക്കണം. അപ്പോൾ ഈ കാറുകാരനാകുമ്പോൾ സഹായിക്കില്ലോ എന്ന് വിചാരിച്ചു. അത് പെർഫെക്റ്റ് ആയിരുന്നു. നമ്മൾ പിന്നെ ഇതിൽ പട്ടായയിൽ കൊണ്ട് ഇവിടെ 1600 ബാത്ത് പറഞ്ഞു. അപ്പോൾ 2 സ്ഥലം കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ടൈഗർ പാർക്കും അപ്പുറത്ത് ഫ്ലോട്ടിംഗ് മാർക്കറ്റും ഉണ്ട്. അത് രണ്ടും കൂടി കണ്ടിട്ട് പിന്നെ ഇപ്പോൾ ഇന്ന് റൂം എടുത്ത് റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ അജണ്ട. അപ്പോൾ ഇതിൽ എത്ര ചാർജ് എന്ന് അറിയില്ല, അവർ നോക്കാം. ടൈഗർ പാർക്ക് ഇത് വെളിയിൽ നിന്ന് നോക്കാൻ പൈസയൊന്നുമില്ല, വെളിയിൽ നിന്ന് കാണാം. ബാക്കി ഉള്ളിൽ പോയിട്ടുള്ള ആക്ടിവിറ്റീസിനാണ് ഈ എമൗണ്ടുകളൊക്കെ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം ബാത്തിലാണ്. ബാത്ത് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പിക്ക് ഇൻറ്റു 2.6 കണക്കാക്കണം. ഇത് അവിടെ പൈസ കൊടുത്ത് ഉള്ളിൽ പോയ ആൾക്കാർ പോയി ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് വന്നു, അത്രയേ ഉള്ളൂ. വലിയൊരു സംഭവം എന്ന് പറയാനില്ല, പക്ഷേ പൈസ ജാസ്തിയാണ്. ആഗ്രഹമുള്ളവർക്ക് പോവാം, പുലിയെ തൊടാം, അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ അടുത്തൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. ഇത് പട്ടായയിലുള്ളത് ചെറുതാണ്, ശരിക്കും പറഞ്ഞാൽ ബാങ്കോക്കിലാണ് വലുതുള്ളത്. ഇതതിന് മുമ്പ് ഞങ്ങൾക്ക് മുമ്പ് പോയൊരു വീഡിയോ എടുക്കുന്നതാണ്, മറ്റേ പുലിയുടെ അടുത്തായിട്ട്. സേഫാണ്. അത് ഇതുവരെയ്ക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടായിട്ട് റിപ്പോർട്ടൊന്നുമില്ല. അപ്പോൾ പുലിയുടെ തൊടണം എന്നുള്ളൊരു പുലിയുടെ അമ്പലങ്ങളൊക്കെ ചുറ്റുണ്ടായിരുന്നു. മാർക്കറ്റിലേക്ക് വന്നാണ് ഈ 800 തായ്ബാത്തിന് അവിടെ എൻട്രി, ബോട്ടിൽ റൈഡ്, പിന്നെ എന്തോ സ്നാക്സ്, ഫോട്ടോഗ്രാഫി എടുക്കാം. അങ്ങനെ പിന്നെ അവർ ഫോട്ടോയും തരും. അതിന് 800 ബാത്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് എൻട്രി പോവാണ്. വെരി പോസ് ചെയ്ത് ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ വെള്ളം അവിടെ തേങ്ങി നിൽക്കുകയാണ്. ഒരു ചെറിയൊരു പുഴമരി, അതിൽ ബോട്ട് വിട്ടിട്ട് സർവീസാണ്. അതിൽ സൈഡ് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോയി കാണാവുന്നതാണ്. ഇതും ഈ പറഞ്ഞ മാതിരി ഒരു ചെറിയ ഒരു പോർഷനേ ഉള്ളൂ, ചെറിയൊരു സെറ്റപ്പാണ്. വലുത് ഈ പറഞ്ഞ മാതിരി ബാങ്കോക്കിൽ തന്നെയാണ്. അപ്പോൾ ഇത് അവിടെ പിന്നെ നമുക്ക് ഈ ബോട്ടിൽ റൈഡ്, ഒരു ജ്യൂസ് തരുന്നുണ്ട്, ഒരു ജ്യൂസ്. പിന്നെ അതാണ് അവരുടെ സ്നാക്സ് പറഞ്ഞത്, ഒരു ജ്യൂസും. പിന്നെ വന്നിട്ട് നമുക്ക് ഒരു ഫോട്ടോ, നമ്മൾ ആ ബോട്ടിലിരുന്നിട്ട് ഒരു ഫോട്ടോ തരുന്നുണ്ട്, ഒരു പ്രിൻ്റ് ഔട്ട്. അതാണ് ഈ പറഞ്ഞ സ്കീം 800 ബാത്ത് എന്നുള്ളത്.
ഇതാണ് ജ്യൂസ്. അത് എന്ത് ജ്യൂസാണ്? അത് അവർ ഐസ്ക്രീമും തരുന്നുണ്ട്. അതാണ് അടുത്ത സ്നാക്സ്. എന്ത് ജ്യൂസാണെന്നുള്ള ഒരു പിടുത്തമൊന്നും കിട്ടില്ല. എന്തൊരു പേര് പറഞ്ഞു, നമുക്കതൊന്നും മനസ്സിലായില്ല. ഇത് ഒരാൾ തുഴഞ്ഞിട്ട് തന്നെയാണ് നമ്മളെ കൂട്ടിയിട്ട് പോണത്. പ്രൂഫ് എന്താ പറയുക, വെയിലൊക്കെ കൊള്ളുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരു 10-20 മിനിറ്റോളം റൈഡ് ഉണ്ട്. ഇതിങ്ങനെ പോയി റൗണ്ട് അടിച്ചിട്ട് ഇത് രണ്ട് സൈഡും കടകളൊക്കെ തന്നെയാണ്. പോയിട്ട് വരാമെന്നുള്ള ഒരു സംഭവം. ഇത് നമ്മളിപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ടൗണിലെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റും ടൈഗർ പാർക്കും ഞാൻ പറഞ്ഞില്ല, രണ്ടും ഓപ്പോസിറ്റ് ഒരേ റോട്ടിലുള്ള സംഭവമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടൗണിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തത് പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ പോകുന്നതാണ് എളുപ്പമെന്ന് വിചാരിച്ചു. ആദ്യം പറഞ്ഞ പോലെ നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതൊരു ടാസ്ക് ആയിരിക്കും എന്ന് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചു. പോയിട്ട് വേണം റൂമിൻ്റെ കാര്യങ്ങൾ ഒന്ന് നോക്കാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ടൗണിൽ പോയി. റൂം കിട്ടാൻ കുറച്ച് നല്ല പ്രയാസപ്പെട്ടു. കാരണം വന്നിട്ട് ഫയർ ഫെസ്റ്റിവൽ നടക്കുകയായിരുന്നു അന്ന്, ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ബീച്ചിൽ എത്തുന്നുണ്ട് ഈ ഫയർ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ റൂമുകളൊക്കെ ഭയങ്കര ടൈറ്റായിരുന്നു. ഞങ്ങൾ എത്തിയത് വ്യാഴാഴ്ചയാണ്. അന്ന് ഒരു ദിവസത്തേക്ക് റൂം തരാം, വെള്ളിയാഴ്ചക്ക് റൂം, ശനി ഞായർക്ക് റൂമില്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ അന്ന് ഒന്നിച്ച് റൂം എടുത്തില്ലെങ്കിൽ നമ്മൾ പെടും. അതുകൊണ്ട് തിരഞ്ഞ് കണ്ടുപിടിച്ചു ഒരു ചെറിയ റൂം. ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു, സൂപ്പർ ഹോട്ടൽ കണ്ടുപിടിച്ചു. 1000 ബാത്തിന് 3 പേർക്ക് താമസിക്കാനായിട്ട്. ഇത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു മലബാർ റെസ്റ്റോറൻറ്റാണ്, വാക്കിംഗ് സ്ട്രീറ്റിന് ജസ്റ്റ് കുറച്ച് അടുത്തായിട്ട്. അവിടെ പോയതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. ഞങ്ങൾ വൈകുന്നേരം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നോക്കി പോയപ്പോൾ ഈ ഹോട്ടൽ കണ്ടു. അവിടെയുള്ള ഒരു പയ്യനെ പരിചയപ്പെട്ടതാണ്. അന്നത്തെ ഞങ്ങൾ പോയ ട്രിപ്പിൽ വളരെ എളുപ്പമായിരുന്നു. ഞങ്ങൾ രാത്രി ഡിന്നർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഷോ കാണാൻ പോവാണ്. ഷോ ആണ്. അപ്പോൾ അത് പോകുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ നാട്ടിൽ പോയാൽ നടക്കണ്ടെന്ന് പറഞ്ഞ മാതിരി ഇവിടുത്തെ ഇത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള യാത്രയാണ്. ഇതിനെന്താ പേര് പറയാം? ഈ ഗാഡിക്ക് നാമൊക്കെയായ ഇത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള യാത്ര ചെയ്യാൻ പറ്റിയതാണ്. എല്ലാവരുടെയും തക്കപ്പറക്കാൻ നടക്കും. അപ്പോൾ ഈ മലബാർ റെസ്റ്റോറൻറ്റ് നമുക്ക് അറേഞ്ച് തന്നത്. ഇവിടെ വരികയാണെങ്കിൽ ഇവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫുഡും കിട്ടും, പല സഹായങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് സുരേഷ് ഭായിക്ക് ജയിക്കോ ആനക്കാണ്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഷോ കണ്ടിട്ട് ബാക്കി എങ്ങനെയുണ്ട് നമ്മൾ അറിയിക്കുന്നതാണ്. യാത്ര ചെയ്യാൻ നല്ല സുഖം. നമ്മളവിടെ ഒന്നും ഇതിന് പെർമിഷൻ കൊടുക്കില്ല. ഇവിടെ ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് കാര്യങ്ങളാണ്. ഇത് ടെർമിനൽ 21 തിയേറ്റർ എവിടെയാണ്? തിയേറ്റർ എവിടെ? ആ ടെർമിനൽ 21 അതെ. തായ് ഗാർഡൻ റിസോർട്ട്. ഞങ്ങൾ പോകുന്നത് ഒരു ഷോ കാണാനായിട്ടാണ്. 89 എന്ന് പറഞ്ഞിട്ടൊരു ഷോ. അത് വലിയൊരു തിയേറ്റർ മാതിരി ഉള്ളൊരു സെറ്റപ്പിൽ ഷോ ആണ്. ഫോണൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. വെളിയിൽ തന്നെ ഒരു ലോക്ക് വെച്ചിട്ടുണ്ട്, ലോക്കർ മാതിരി വെച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് നമ്മൾ പൂട്ടിയിട്ട് താക്കോൽ കൊണ്ടുപോകാം. ഉള്ളിൽ തിരിച്ചു വരുമ്പോൾ നമ്മുടെ പൂട്ട് തുറന്ന് സാധനം എടുത്തിട്ട് വരാം. ഉള്ളിൽ കൊണ്ടുപോകാൻ വെളിയിൽ തന്നെ ചെക്ക് ചെയ്യേണ്ടി കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അതിന് തൊട്ട് തന്നെ 68 പറഞ്ഞിട്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ പറ്റില്ല. ഇതിന് വന്നിട്ട് 1500 ബാത്താണ് ഒരാൾക്ക് ചാർജ് ചെയ്യണത്. പക്ഷേ നമ്മൾ ഈ സുരേഷ് കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഡിസ്കൗണ്ട് കിട്ടി. ഒരാൾക്ക് 500 ബാത്ത് കുറഞ്ഞു. 1000 ബാത്ത് വെച്ചിട്ടാണ് വാങ്ങിച്ചത്. 1 മണിക്കൂർ ഷോ ആണ്. അത് 7 മണി ടു രാത്രി 12 മണി 1 മണി വരെയും ഉണ്ട്. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മൾ 1 മണിക്കൂർ ഇരിക്കുക, 1.5 മണിക്കൂർ ഇരുന്നാലും ചോദിക്കൊന്നുമില്ല. അപ്പോൾ അതങ്ങനെയാണ് ആ ഷോ. കാണേണ്ട ഒരു സംഭവമാണ്. നിറയെ സ്ത്രീകളും ആണുങ്ങളും എല്ലാവരും കാണാനുണ്ട്. അതുപോലത്തെ ഒരു ഷോ ആണിത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയത് വാക്കിംഗ് സ്ട്രീറ്റ്. പട്ടായ പോയാൽ വാക്കിംഗ് സ്ട്രീറ്റ് പോയിട്ടില്ലെങ്കിൽ വളരെ മോശമല്ലേ. അപ്പോൾ അത് ഞങ്ങൾ
ഇന്ന് രാവിലെ ഞങ്ങൾ പാർക്ക് नाम है नोमनोविच विलेज नेम क्या है संतोषम where we are going where we are going Nomnut garden Nomnut garden Yes. garden Yeah. Nomnut garden. രാവിലെ നമ്മളിന്നലെ കഴിക്കാൻ പോയ ഹോട്ടലിലൊരു പയ്യനുണ്ടായിരുന്നു, അവൻ തന്നെയാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തത്. അവിടെ എൻട്രി ഫീസിൽ ഒരു ഡിസ്കൗണ്ട് ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ലഞ്ചും അവിടെ കിട്ടും. എലിഫൻറ്റ് ഷോ അങ്ങനെ പല ഷോകളുള്ള ഒരു സംഭവമാണെന്നാണ് പറഞ്ഞിങ്ങനെ പോയി നോക്കിയറിയാം. കാറിന് 200 ബാത്ത് 15 കിലോമീറ്ററോളം ഉണ്ട്. അതും ഈ ഒരു ക്രാബ് കൊണ്ട് ഒരു ആപ്പിൽ അവൻ തന്നെ ബുക്ക് ചെയ്ത് തന്നു. അങ്ങനെ വന്നതാണ്. അപ്പോൾ പാർക്കിലേക്ക് പോവാം. ഈ നോങ്നോച്ച് വില്ലേജിൽ നോങ്നോച്ച് ഗാർഡനാണ് നമ്മൾ കാണാൻ പോയത്. ഇത് വില്ലേജ് പറയാൻ തന്നെ കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് പേര് വീട്ടിൽ താമസിക്കുന്നവർ, പിന്നെ സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമം പോലെ തന്നെയുണ്ട്. അതിലൊരു പാർക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് വലിയൊരു സംഭവമാണ്. അപ്പോൾ ആ പാർക്കിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഫോണ് മിസ്സായി എന്നല്ല, വെള്ളത്തിൽപ്പെട്ട് കംപ്ലൈൻ്റ് ആയിന്ന്. അപ്പോൾ ഇത് കിട്ടില്ല പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ അങ്ങനെ പോസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഫോൺ റിക്കവറായി വന്നതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഗാർഡൻ്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തു. ഇത് നമ്മളിത് ചിക്കൻ, ഇത് ഫിഷിന് ഇങ്ങനെ ആക്കി വെച്ചിരിക്കണു. ഇത് ചിക്കൻ ഇങ്ങനെ ആക്കി വെച്ചിരിക്കണം. നമ്മൾ സെലക്ട് ചെയ്തതിന് 10 ബാത്ത്, ഒരു പീസിന് 10 ബാത്ത് നമ്മൾ സെലക്ട് ചെയ്തതിന് അവർ ചൂടാക്കി തരികയാണ്. മറുപടിയും ചൂടാക്കാം. അപ്പോൾ ചെയ്യണം ശരിയാണോ ചോദിച്ചാൽ അറിയില്ല, എങ്കിലും ഇവിടെ ഇങ്ങനെയാണ് അല്ലേ. ഇത് ഞങ്ങൾ പോയിട്ട് 3ാമത്തെ ദിവസം നമ്മുടെ കോറൽ ഐലൻഡിലേക്ക് പോണ ദിവസമാണ്. ഇത് അവരൊരു ക്യാബ് അറേഞ്ച് ചെയ്തിട്ട് 300 ബാത്താണ് നമുക്ക് അതിനെ ചാർജ് ചെയ്തത്. ക്യാബ് അറേഞ്ച് ചെയ്തിട്ട് അതിലൊരു ഗ്രൂപ്പായിട്ടാണ് വിട്ടത്. ഞാൻ പറഞ്ഞു ഹോട്ടലിലെ സുരേഷാണ് കോറൽ ഐലൻഡിൽ. ഇതിനെല്ലാത്തിനും അവിടെ ഒരു ടീമുണ്ട്. അവരവരോട് സെറ്റപ്പിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നമ്മളിവിടെ പട്ടായയുടെ കോറൽ ഐലൻഡിലേക്ക് സ്പീഡ് ബോട്ടിൽ തന്നെ പോകണം. അതിനാണ് നമ്മളിവിടെ ഇറങ്ങിയിരിക്കുന്നത്. കാലത്ത് കോറൽ ഐലൻഡ് കാണാൻ പോവാണ്. അവർ പിന്നെ 300 ബാത്ത് രാവിലെ പോയിട്ട് കോറൽ ഐലൻഡിൽ പോയി ബോട്ടിൽ പോയിട്ട് തിരിച്ച് വരും. ഉച്ചയ്ക്ക് ലഞ്ച് അവിടെ തരും. അങ്ങനെ 300 ബാത്താണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അറിയാൻ വന്നിട്ട് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് 3 പേർക്ക് ചായ കിട്ടി വെച്ചിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. ഇതാണ് പട്ടായയിലെ ഒരു സ്ഥിരം പരിപാടിയാണ്. എവിടെ പോയാലും ആളെ തെറ്റാതിരിക്കാൻ കയ്യിൽ മാർക്കർ കൊണ്ടിട്ട് ഓരോ നമ്പർ, ഇനീഷ്യൽസൊക്കെ എഴുതി വയ്ക്കും. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പിലൊരു 10-12 പേരുണ്ടായിരുന്നു. 10-12 പേരെയും ഞങ്ങൾ അവിടെ പോയപ്പോൾ പിന്നെ ജോയിൻ്റ് ആയ ആൾക്കാരാണ്. അങ്ങനെ വിളിച്ചിട്ട് പോകുമ്പോൾ അവർ നമ്പർ എഴുതും. അവരെ ഒരു ഗ്രൂപ്പായി വിളിച്ചിട്ട് പോകും, തിരിച്ചുകൊണ്ട് വിടും. അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. അതിനാണ് ഈ കയ്യിൽ നമ്പർ എഴുതുന്നത്. ഈ ബോട്ടിലേക്ക് കയറാൻ പോകുന്ന വഴിയാണിത്, സ്പീഡ് ബോട്ടിൽ. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ തലേ ദിവസം നമ്മൾ ഈ നോങ്നോച്ച് പോയ ദിവസം പോകാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ അല ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് അവിടേക്ക് ബോട്ടുകൾ സർവീസൊന്നും ഇല്ല പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം ഇവിടേക്ക് യാത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത ദിവസമാണ് പോയത്. അപ്പോൾ ഇത് നമ്മൾ 3ാമത്തെ ദിവസമാണ് ഇവിടേക്ക് പോണത്. ഇത് നമ്മൾ പിന്നെ സ്പീഡ് ബോട്ടിൽ ആദ്യം കയറി കഴിഞ്ഞാൽ ഒരു ലാൻഡിംഗ് ഉണ്ട്. അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഈ പാരച്യൂട്ടിൽ പറക്കാനുള്ള സ്ഥലം. അവിടുന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്ററോളം പിന്നെ കടലിൽ യാത്ര ചെയ്തിട്ടാണ് ഈ ഐലൻഡിലേക്ക് പോകുന്നത്. അതിൻ്റെ ഇടയിൽ കടലിൻ്റെ ഉള്ളിൽ നടക്കാനുള്ള സംവിധാനത്തിന് ഇറക്കി വിടും. ഇതിനെല്ലാത്തിനെയും കൂടിയിട്ട് ഈ പാരച്യൂട്ടിൽ പറക്കാൻ, അവിടെ കടലിൻ്റെ അടിയിൽ നടക്കാൻ, പിന്നെ ബനാന ബോട്ട്, അങ്ങനെ പിന്നെ സ്പീഡ് അവിടെ പോയിട്ട് ഈ മറ്റേ മോട്ടോർ ബൈക്കുമാരുള്ള ബോട്ടിൽ റൈഡിന്, അതിനെല്ലാം കൂടി 3000 ബാത്താണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇൻഡിവിജ്വലായി വാങ്ങിയാൽ ഓരോന്നിനും 800, 600 ആ റേഞ്ചിലുണ്ട്. എല്ലാത്തിലും യാത്ര ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നിച്ച് പാക്കേജ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അവിടെ പോയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അത് അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് അതിൽ വേറെ കൺഫ്യൂഷൻസോ പർട്ടിക്കുലർസോ ഒന്നുമില്ല. വേറൊരു മെയിൻ കാര്യം പറയാനുള്ളത്, ഇത് സ്പീഡ് ബോട്ടിൽ റൈഡ് പോവുകയാണെങ്കിൽ കാലത്ത് പോകുമ്പോൾ തന്നെ അധികം ഫുഡൊന്നും കഴിക്കാതിരിക്കാൻ നല്ലത്. ഈ ബോട്ട് തൂക്കി അടിക്കും ഒക്കെ, എന്താ പറയുക, അങ്ങനെ എല്ലാം മേപ്പോട്ട് വരും. വോമിറ്റിംഗ് സെൻസേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ഫുഡ് കഴിക്കാതിരിക്കുകയാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ ഈ പാരച്യൂട്ടിൽ, ഈ പാരാഗ്ലൈഡിങ്ങിന് ഒരു ബോട്ടിൽ കെട്ടിയിട്ടാണ് ഈ സംഭവം പറക്കണത്. അത് ഒരു റൗണ്ട് അടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിടും.
വരുമ്പോഴേക്കും അവിടെ പിടിക്കാനായിട്ട് ആൾക്കാരുണ്ട്, പിടിച്ചിറക്കും. ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല, എന്നെക്കൊണ്ട് സാധിച്ചില്ല. ഇവിടെ പോയിട്ട് ഇറങ്ങിയിട്ടാണ് എൻ്റെ ഫോണ് വെള്ളത്തിൽ പോയത്. ഇതിൽ കണ്ടില്ലേ നമ്മൾ പിന്നെ ഈ ബോട്ട് വരുന്നത് ഒരു 10-50 മീറ്റർ അപ്പുറത്ത് വരയ്ക്ക് നമ്മുടെ ഈ സ്പീഡ് ബോട്ട് വരുള്ളൂ. അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഇറങ്ങി നടന്ന് തന്നെ വരണം. അതിലിറങ്ങുമ്പോഴാണ് എനിക്ക് അബദ്ധം പറ്റിയത്. നമ്മൾ കൂടെ ഉണ്ടായിരുന്നവർ ഷോൾഡർ ബാഗ് ഉണ്ടായിരുന്നതിൽ ഫോണൊക്കെ വെച്ചു സേഫായി. ഈ ഗോപ്രോ ഉണ്ടായിരുന്നതും അതിൽ വെച്ചു. ഞാൻ ഈ നമ്മുടെ 3/4 പോക്കറ്റിൽ ഇട്ടിട്ടായിരുന്നു ഞാൻ എൻ്റെ ഫോണ്. അത് ഞാൻ ഫോണിൻ്റെ കാര്യമേ മറന്നുപോയി. അപ്പോൾ ഞാൻ ഈ ഇറങ്ങിയതും ഒരു അല വന്നടിച്ചു, ഞാനും വെള്ളത്തിൽ വീണു, ഫോണും മുങ്ങി. അങ്ങനെയാണ് പണി കിട്ടിയത്. ധാരാളം പേര് എല്ലാവരും ഈ പറഞ്ഞ മാതിരി പിന്നെ പട്ടായ പോയ കോറൽ ഐലൻഡ് പോവാതിരിക്കില്ല ആരും. ബോട്ടിൽ യാത്ര ചെയ്യണതും ഒരു എന്താ പറയുക, ഒരു ഭീകരവും ഒരു ഫാൻറ്റസി നിറഞ്ഞ ഒരു യാത്രയാണ്. അതാരും മിസ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും വരാവുന്നേ ഉള്ളൂ. അപ്പോൾ എൻജോയ് ചെയ്ത് വരാം. നമ്മളിപ്പോൾ എല്ലാം വെറുതെ എപ്പോഴും കാറിലിരിക്കുന്ന മാതിരി ഇരിക്കേണ്ട, വീട്ടിലിരിക്കുന്ന മാതിരിയുള്ള ഫീലിലല്ലല്ലോ നമ്മളൊരിടത്തേക്ക് യാത്ര പോകുമ്പോൾ ചെയ്യാനുള്ളത്. അപ്പോൾ അതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ബോട്ടിൻ്റെ പിന്നാലെ ഇരുന്നിട്ടും അവിടെ ഒരു റൗണ്ട് പോയിട്ട് വരും, അതിന് തനിച്ച് പൈസ. പിന്നെ അതിൻ്റെ പിന്നാലെ ഒരു ബനാന ബോട്ട് പറയുന്നത് ആ ഒരു നമ്മുടെ എയർ ടൈപ്പ് ബോട്ടാണ്. അതിൽ കയറി ഇരുന്നിട്ട് ഒരു റൗണ്ട് പോയിട്ട് വന്നിട്ട് തിരിച്ച് വന്നിട്ട് അവർ നമ്മളെ എന്താ പറയുക തള്ളിയിടും, വെള്ളത്തിനുള്ളിൽ തള്ളിയിടും. അത് ഒരു എൻ്റർടൈൻമെൻറ്റ്. അതല്ലാതെ നമുക്ക് അവിടെ തന്നെ 2 വീലേഴ്സ് കിട്ടുന്നുണ്ട്. അത് അവിടെ നിന്ന് പോയിട്ട് മലയുടെ മേലെ പോയിട്ട് ഒരു റൈഡ് പോയിട്ട് വരാനായിട്ട് സാധിക്കും. അതിന് ആദ്യം അവർ 600 ബാത്ത് പറഞ്ഞു നമ്മുടെ സ്കൂട്ടർ ചോദിച്ചപ്പോൾ. പിന്നെ അത് ബാർഗെയിൻ ചെയ്ത് 300 ബാത്ത് വരയ്ക്കും വന്നു. അത് ഏകദേശം 1 മണിക്കൂറിന് മേലെ ആവും സമയം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇവർ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മളെ വിളിച്ചിട്ട് പോയതുകൊണ്ട് തിരിച്ച് ടൈമിന് വരാൻ പറ്റിയില്ല കൊണ്ട് ഞങ്ങൾക്കത് പോകാൻ സാധിച്ചില്ല. ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അതൊന്ന് പോകണം. ഇതാണ് ബനാന ബോട്ട്. ഇത് ഇത്രയും തെളിഞ്ഞതും വൃത്തിയായതുമായ ഒരു സീഷോർ വളരെ അപൂർവമായിട്ടുള്ളത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നിറയെ സിനിമകളിൽ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടെൻ്റ് ഇട്ടിരിക്കുന്നത് ഓരോ ഗ്രൂപ്പിൻ്റെയാണ്. നമ്മളെ വിളിച്ചിട്ട് പോയ ആൾക്കാർക്ക് കുറച്ച് സീറ്റ് ഉണ്ടാകും, അവിടെ തന്നെ ഇരിക്കണം. മാറി അപ്പുറത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രൂപ്പുകാർ നമ്മൾ ചുറ്റി പറയും. അപ്പോൾ അത് ശ്രദ്ധിക്കാനുണ്ട്. ഇത് പരന്ന് വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് കുറച്ച് കാഴ്ചകൾ തന്നെ കാണാനുണ്ട്. വെയിലുണ്ട്. എപ്പോഴും നിങ്ങൾ പോകുമ്പോൾ മറക്കാതെ തൊപ്പി കൊണ്ടുപോകാൻ, ക്യാപ്പ് കൊണ്ടുപോകണം. പിന്നെ കുട പറ്റില്ല, കാറ്റത്ത് പറഞ്ഞു പോകും. ക്യാപ്പ് മസ്റ്റായിട്ട് വേണം വെയിലത്ത് നടക്കാനുള്ളതായിരുന്നു.
ബൈക്ക് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടെ പോയിട്ട് അതിന് മുകളിൽ അവിടെ വരെ പോവാം. അതിന് ആദ്യം ഒരു ബൈക്കിന് 300 ബാത്ത് വേണം. പിന്നെ ഇപ്പോൾ 200 ബാത്ത് എത്തിക്കണം. പോകേണ്ട മൂടില്ല, പോകേണ്ട തീരുമാനമായതുകൊണ്ട്. അപ്പോൾ 400 ബാത്ത് പറഞ്ഞ് 400 ബാത്തിന് വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്ത് എന്തെങ്കിലും കുറയും. ഇവിടെ ബാർഗെയിനാണ് മെയിൻ. കടൽ കണ്ടിരിക്കാൻ തോന്നുന്നു. ഇത് ബോട്ട് നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ഒപ്പം ഈ അലകൾ വരുമ്പോൾ ഈ മുകളിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ താഴെ വരും. അപ്പോൾ ഉള്ളിൽ നിന്നൊരു കാളലുണ്ടാവും. അതാണ് സഹിക്കാൻ പറ്റാത്തത്. പക്ഷേ അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. എങ്കിലും അത് പിന്നെ ആദ്യം പോകുമ്പോൾ നല്ലൊരു പ്രശ്നമുണ്ട്. പക്ഷേ ആ ബോട്ട് ഓട്ടണവർക്കോ നമ്മൾ വിളിച്ചിട്ട് പോയവർക്കോ യാതൊരു ടെൻഷനും കാണാനില്ല. അവർ ഡെയിലി പോകണതുകൊണ്ട് അവർക്കൊരു വിഷയമല്ല. അതേപോലെ ബോട്ടിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും ആ ഒരു ഭീതിയിൽ തന്നെ മുഖം ഉണ്ടായിരുന്നു എല്ലാവർക്കും. പക്ഷേ നന്നായിരുന്നു കേട്ടോ. അവരുടെ സ്കില്ലാണ് പറയണത്. അതിനെ റൈഡ് ചെയ്യണതിൻ്റെ അവരുടെ സ്കില്ല് സമ്മതിക്കുക തന്നെ വേണം. അത് അമ്മാതിരി പോയിട്ടുണ്ട്. ഇതിൽ എന്ത് പ്ലസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ലൈഫ് ജാക്കറ്റ് ഉണ്ടല്ലോ, അത് 1 മിനിറ്റ് കൂടി അഴിക്കാൻ അവർ സമ്മതിക്കില്ല. ലൈഫ് ജാക്കറ്റ് ഇല്ലാണ്ട് വണ്ടി കയറ്റണമില്ല, അഴിക്കാനും അവർ സമ്മതിക്കില്ല. ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു അവിടുന്ന് റിട്ടേൺ വരാൻ. നമ്മളവിടെ തിരിച്ച് കരയിലെത്താനായിട്ട് ഒരു 4 മണി അടുത്തായി. എന്നിട്ടാണ് നമുക്ക് ഫുഡ് തന്നത്. അതൊരു കണക്കിന് നല്ലതാണ്. ബോട്ടിൽ വരുമ്പോൾ ഫുഡ് കഴിച്ചാലും ആൾ വയ്ക്കും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് മടക്ക യാത്രയായി. ഏർലി മോർണിംഗ് തന്നെ. ഇതാണ് ഞങ്ങൾ താമസിച്ച സ്ഥലം. കാലത്ത് 11 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ 8 മണിക്ക് അവിടെ എത്തണം, 3 മണിക്കൂർ മുമ്പ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ 5:30 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് ക്യാബിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ച സ്ഥലം. നിങ്ങൾ പോവുകയാണെങ്കിൽ താമസിക്കുക. നല്ല റൂമായിരുന്നു. വെറും 1000 ബാത്തിനെയാണ് ഞങ്ങൾക്ക് വാങ്ങിച്ചത്. ഫോണ് വെള്ളത്തിൽ വീണത് തീരുമാനമായില്ല. ഇനി നാളെ കൊണ്ട് സർവീസ് സെൻ്ററിൽ കൊടുക്കണം. അപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ 6 മണി ക്യാബ് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് സുവർണഭൂമി എയർപോർട്ടിലേക്ക് പോകണം. 9:50 ആകുമ്പോഴേക്ക് 8:50 ആകുമ്പോഴേക്ക് അവിടെ എത്തണം. ഇവിടുന്ന് 2 മണിക്കൂറുണ്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് ബസ് കിട്ടും. $143 ഒരാൾക്ക്, പട്ടായ ടു സുവർണഭൂമി എയർപോർട്ട്. പക്ഷേ 2 മണിക്കൂറിലാണ് ട്രാവൽ ടൈം. കറക്റ്റായിട്ട് 7 മണിക്ക് തുടങ്ങിയാൽ 9 മണിക്ക് അവിടെ എത്തുള്ളൂ. 10 മിനിറ്റ് പിന്നെയും വൈകും. എന്തെങ്കിലും ട്രാഫിക് ഡിലേ ആയാൽ പിന്നെയും വൈകിയ 3 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്തണമല്ലോ. അത് വൈകി ടിക്കറ്റ് വേസ്റ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ക്യാബിന് പറഞ്ഞു 1300 ബാത്താണ് ക്യാബിന് പറഞ്ഞിരുന്നത്. അങ്ങനെ ഇവിടുന്ന് പോയാൽ 11:50 സുവർണഭൂമി ടു സിംഗപ്പൂർ. അവിടെ ഉച്ചയ്ക്ക് എത്തും. പിന്നെ വൈകുന്നേരത്താണ് അവിടുന്ന് ഫ്ലൈറ്റ്. ഇപ്രാവശ്യം ഈ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രം ഒരു അബദ്ധമായി. കൊച്ചിയിൽ നിന്നാണെങ്കിൽ 3.5 മണിക്കൂർ കൊണ്ട് ഇവിടെ ബാങ്കോക്ക് എത്തും. ബാങ്കോക്കിൽ ഡോങ് മങ് പറഞ്ഞിട്ടൊരു എയർപോർട്ടുണ്ട്. ഇത് സുവർണഭൂമി. ഡോങ് മങ്ങിലേക്ക് ഡെയിലി കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്. അതിൽ വരണതായിരിക്കും ചീപ്പും ടൈം സേവിങ്. അപ്പോൾ ഇതിവിടെ ഞാൻ വന്നപ്പോൾ കുറച്ച് മലയാളികളെ പരിചയപ്പെട്ടപ്പോൾ അവരുടെയൊക്കെ അഡ്വൈസുകളാണ് ഇങ്ങനെയൊക്കെ. അതേമാതിരി അവിടെ വന്നിട്ട് ഡോങ് മങ്ങിൽ വന്നിട്ട് ബസ്സിൽ തന്നെ ഇവിടെ വന്നാൽ മതി. 143 ബാത്തേ ഉള്ളൂ. ക്യാബിന് വളരെ പൈസ ചേർത്തിട്ട് അത്യാവശ്യമുണ്ട്, വേറെ വഴിയില്ലാത്തതുകൊണ്ട് ആക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ബാങ്കോക്ക് വിശേഷങ്ങൾ. എൻ്റെ അഭിപ്രായത്തിൽ സിമ്പിളായിട്ട് വരാവുന്ന ഒരു രാജ്യമേ ഉള്ളൂ. വലിയ കച്ചറയൊന്നുമില്ല. ഏത് സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിലും
നമ്മളെ എങ്ങനെ ആരെ അന്വേഷിച്ച് പോകണം അതേമാതിരി ആയിരിക്കും നമ്മളെ അന്വേഷിച്ച് വരുന്ന കാര്യങ്ങൾ. നമ്മൾ നീറ്റായിട്ട് നമ്മുടെ കാര്യത്തിന് വരണം, നമ്മുടെ കാര്യം കഴിയണു, സൈറ്റ് സീയിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ എവിടെ പോവുകയാണെങ്കിലും അതേമാതിരി തന്നെയാണ് ഉണ്ടാവുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെന്തെങ്കിലും കച്ചറ കേസുകളുമായിട്ട് ലഹരികളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലൊക്കെ ഭയപ്പെടുമ്പോഴാണ് വേറെ ദുരനുഭവങ്ങൾ അനുഭവപ്പെടുന്നത്. അത് എല്ലാ ട്രിപ്പിലും എല്ലാ സ്ഥലത്തിലും അതേമാതിരി തന്നെ, എല്ലാവിടെയും നല്ലവരുണ്ട്, മോശക്കാരുമുണ്ട്. ഞങ്ങൾ ഈ വന്നതിൽ കണ്ടതിൽ പരിചയപ്പെട്ടതിൽ ആരും മോശക്കാരായിട്ട് ആരും ഒന്നുമില്ല, ഒരു ദുരനുഭവവും ഉണ്ടായില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി. യാത്രകൾ ചെയ്യുക, പലരും മനസ്സിലാക്കാനും പലതും കാണാനും ആസ്വദിക്കാനും ഒക്കെ ഉണ്ട്. കഴിയുന്നതും സാധിക്കുന്നത്രയും യാത്രകൾ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഗുഡ് ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്.